ഞാൻ ഇന്നൊരു ഇഞ്ചിക്കറി കാണിച്ചു തരാം കേട്ടോ. ഞാൻ വെക്കുന്ന ഒരു രീതിയാണ്, എനിക്ക് അത്രയധികം ക്ഷമയൊന്നുമില്ല. അപ്പോൾ അതിന് ഞാൻ കണ്ടുപിടിച്ചൊരു സൂത്രമാണ്. അപ്പോൾ ഇഞ്ചി എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കുക. അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം അപ്പോൾ ഇതുപോലെ തരിതരിപ്പായിട്ട് കിട്ടും, അരിയാനൊന്നും നിൽക്കണ്ട. എന്നിട്ട് പിന്നെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ അതിലിത്തിരി ജ്യൂസ് ഉണ്ടാവും, ആ പിഴിഞ്ഞ ജ്യൂസ് മാറ്റി വയ്ക്കുക, ഇതും മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് കോൽപ്പുളി തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയട്ടോ, ഇത് കുരുവും ഇങ്ങനെ ഞാരൊക്കെ ഉണ്ടെങ്കിൽ. അതിന് ശേഷം അതൊന്ന് അടിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇത്തിരി കടുക്, ഉലുവ, മിളക് ഒക്കെ അങ്ങോട്ട് വറുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ കാച്ചി ഒഴിക്കണ പോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി അരച്ച് വെച്ചില്ലേ, അരക്കല്ല, ഒന്ന് പൊടി പൊടിയായിട്ട് അരച്ച് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. തീ കുറച്ച് വെക്കണം. എന്നിട്ട് ഈ അരച്ച കോൽപ്പുളി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 ട്രിപ്പായിട്ടാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. അത് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒന്ന് ചിറ്റിച്ച് വെള്ളം കൂടെ ഒഴിക്കുക. എന്നിട്ട് ഒരു 3 കട്ട ശർക്കര ഒഴിക്കുക. പിന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ച ജ്യൂസ് ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് നോക്കുക ഉപ്പും ശർക്കര ആവശ്യമുണ്ടോയെന്ന് ഇനിയൊന്ന് നോക്കുക. പിന്നെ കട്ട് ചെയ്ത് വെച്ചാൽ പച്ചമുളക് കൂടെ ചേർക്കുക. ഇത്രയേ ഉള്ളൂ ഇഞ്ചിക്കറിയുടെ കാര്യം. പിഴിയണ്ട, അത് പിന്നെ വറ്റിക്കണ്ട, ഒന്നും വേണ്ട.